നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വ്ലോഗറും യൂട്യൂബറുമായ റിഫ മെഹ്നുവിനെ ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത പ്രവാസികൾ നടുക്കത്തോടെയാണ് കേട്ടത്. റിഫയും ഭർത്താവ് മെഹ്നാസും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. ഇരുവരും ഒരുമിച്ച് വ്ലോഗുകളും ചെയ്തിട്ടുണ്ട്. റിഫയും മെഹ്നാസും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആത്മഹത്യ ചെയ്ത രാത്രിയിൽ ജോലി സ്ഥലത്ത് നിന്ന് വൈകി വന്നതുമായി ബന്ധപ്പെട്ട ഇവർ തമ്മിൽ സംസാരമുണ്ടായിരുന്നു. എന്നാൽ ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും റിഫയ്ക്ക് ഉണ്ടായിരുന്നില്ല. ആത്മഹത്യ ചെയ്തു എന്ന കാര്യം ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിലാണ് കുടുംബം. അന്നേ ദിവസം രാത്രിയിൽ എന്ത് സംഭവിച്ചുവെന്ന് അറിയുന്നില്ല. ദുബായിൽ നിന്ന് മൃതദേഹത്തെ ഭർത്താവ് മെഹ്നാസും അനുഗമിച്ചിരുന്നു. ആത്മഹത്യ ചെയ്യേണ്ട കാര്യം ഒന്നുമില്ലെന്ന് റിഫയുടെ വീട്ടുകാർ തന്നെ പറയുമ്പോൾ പിന്നെ എന്തിനാകാം ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തിട്ടുണ്ടാവുക? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാവുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ റിഫയുടെ മരണത്തിൽ ദുരൂഹത നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പോഴിതാ ആ ദുരൂഹതയുടെ ആക്കം കൂട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഓഡിയോ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് റിഫ മെഹ്നു തന്നോട് അടുപ്പമുള്ള ഒരാൾക്ക് അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. റിഫയും ഭർത്താവ് മെഹ്നാസും മറ്റു കുടുംബങ്ങളോടൊപ്പം ഫ്ളാറ്റ് പങ്കിട്ടായിരുന്നു താമസിച്ചു പോന്നിരുന്നത്. കൂടെ താമസിച്ചിരുന്ന ഒരാൾക്കെതിരെയാണ് റിഫ ഓഡിയോയിലൂടെ ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ശബ്ദ സന്ദേശത്തിൽ റിഫ പറയുന്നത് ഇങ്ങനെയാണ്: മെഹ്നു ഉണ്ട് എന്ന ധൈര്യത്തിലാണ് ഞാൻ ഉറങ്ങുന്നത്. ഇന്നലെ ബുർജ് ഖലീഫയിലൊക്കെ പോയി വന്ന ക്ഷീണത്തിലാണ് ഞാൻ ഉറങ്ങുന്നത്. ഉറങ്ങിപ്പോയപ്പോഴാണ് ഈ ചെങ്ങായി ഷംസാദ് എന്നെ ഇങ്ങനെ തോണ്ടി വിളിക്കുന്നത്. ഫാൻ ഓഫ് ആക്കുന്ന, എന്തൊക്കെയോ കളിക്കുന്ന. ഞാൻ മെഹ്നു ഉണ്ട് എന്ന ധൈര്യത്തിലാണ് റൂമിൽ കിടന്നുറങ്ങുന്നത്. ജംഷാദ എത്ര ഫ്രണ്ടായാലും ഒറ്റയ്ക്കൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഏതൊരാൾക്കും എന്തെങ്കിലും തോന്നും. ഞാൻ കിടന്നുറങ്ങുന്നത് മെഹ്നു ഉണ്ടാകുമെന്ന ധൈര്യത്തിലാണ്. നോക്കുമ്പോൾ മെഹ്നു പോയിരിക്കുന്നു. എനിക്ക് നല്ല ദേഷ്യം വന്നു. പുലർച്ചെ വരെ ഉറങ്ങാതെ കാത്തിരിക്കേണ്ടി വന്നു. കാരണം ജംഷാദ് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. ആർക്കാ എപ്പോഴാ മനസ്സ് മാറുക എന്നറിയില്ലല്ലോ. ഇതിന്റെ ഒന്നും ചിന്ത മെഹ്നുവിന് ഇല്ല എന്നാണ് റിഫ വോയിസ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഓഡിയോ ക്ലിപ്പ് വളരെയധികം സംശയങ്ങൾക്ക് ഇട നൽകുന്നതാണ്. റിഫയുടെ അപ്രതീക്ഷിത വേർപാടിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ സഹായകമാകുന്നതാണ് ഈ ഓഡിയോ ക്ലിപ്പ്. കാക്കൂർ പാവണ്ടൂർ സ്വദേശിനി റിഫ മെഹ്നുവിനെ ദുബായിലെ കരാമയിലെ ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ദുബായിൽ നിന്ന് കോഴിക്കോട്ട് എത്തിച്ച മൃതദേഹം വ്യാഴാഴ്ച കബറടക്കി. ആത്മഹത്യ ചെയ്ത ദിവസം രാത്രി 9 മണിയോടെ ദുബായിലെ ജോലി സ്ഥലത്ത് നിന്ന് റിഫ നാട്ടിലുള്ള 2 വയസ്സുള്ള തന്റെ മകനുമായും മാതാപിതാക്കളുമായും വീഡിയോ കോളിൽ സംസാരിക്കുകയുമുണ്ടായി. ഇതിനുശേഷം പിറ്റേന്ന് രാവിലെയാണ് റിഫയെ ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. റിഫയുടെ മരണകാരണം വ്യക്തമാകാൻ സുഹൃത്തിനയച്ച ഈ ഓഡിയോ ക്ലിപ്പ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിനു മുൻപും ഇത്തരം കാര്യങ്ങളെപ്പറ്റി മെഹ്നാസിനോടോ സുഹൃത്തുക്കളോടോ റിഫ പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.